നമ്മൾ 8086ൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് പറയാൻ പോവാണ്. 8086ൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റും 8088ൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ അതുകൊണ്ട് ചിലയിടത്ത് നമ്മൾ 8086/88 എന്ന് പറഞ്ഞ രീതിയിലാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കിടക്കുന്നത്. ഇനി വാട്ട് ഈസ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലാംഗ്വേജിൻ്റെ ആൽഫബറ്റ്സ് പോലെയാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. അതായത് ആ ലാംഗ്വേജിനകത്ത് എന്തൊക്കെ ഒബ്ജക്ട്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആൽഫബറ്റ് കൊണ്ട് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ലാംഗ്വേജിനകത്ത് ഏതൊക്കെ ലെറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതുപോലെ. അപ്പോൾ ആ ഒരു അനലോഗിയാണ് നിങ്ങൾ കണക്കാക്കേണ്ടത്. എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ആൽഫബറ്റ്സ് എന്ന് പറയുന്നത് ഒരൊറ്റ ടൈപ്പ് മാത്രമാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ശരിക്കും ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറൻസ്, അതായത് നമ്മുടെ രജിസ്റ്റേഴ്സ്, മെമ്മറി, ഇതൊക്കെ ഇവിടുത്തെ ഈ ഒബ്ജക്ട്സ് ആണ്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്ന ലാംഗ്വേജ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ALP എന്ന് പറയുന്ന പ്രോഗ്രാം വെച്ചിട്ടാണ് നമ്മൾ 8086 പ്രോഗ്രാംസ് എഴുതുന്നത്. അതായത് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാക്കുന്നത്. കുറേ ഇൻസ്ട്രക്ഷൻസ് ചേരുമ്പോഴാണ് ഒരു പ്രോഗ്രാം ഉണ്ടാകുന്നത്. ആ പ്രോഗ്രാം വെച്ചിട്ടാണ് നമ്മൾ മൈക്രോ പ്രൊസസ്സറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മൈക്രോ പ്രൊസസ്സറിനെ കൊണ്ട് ചെയ്യിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിനാദ്യം നമുക്ക് അറിയേണ്ടത് എന്താണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്നുള്ളതാണ്. അതായത് എന്തൊക്കെ ചെയ്യിക്കാൻ പറ്റും. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ കറൻ്റ്ലി നമ്മൾ കമ്പ്യൂട്ടേഴ്സിൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേറ്റേഴ്സിനകത്തോ അങ്ങനെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളൊന്നും പഴയ മൈക്രോ പ്രോസസ്സറിനകത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം ആഫ്റ്റർ ഓൾ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി മാത്തമാറ്റിക്കൽ ഓപ്പറേഷന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ കുറച്ച് ലോജിക്കൽ ഓപ്പറേഷൻസ്, പിന്നെ കുറച്ച് ഡാറ്റ ട്രാൻസ്ഫറിങ് ഓപ്പറേഷൻ, അങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് മാത്രമാണ് 8086 ഒരു മൈക്രോ പ്രോസസ്സർ ഉണ്ടാവുക. 8086നകത്ത് കമ്പാരിറ്റീവ്ലി അത് അന്നത്തെ അവസ്ഥയിൽ വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു. കാരണം അതിന് മുമ്പുണ്ടായിരുന്ന മൈക്രോ പ്രോസസ്സറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറേയും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആയിരുന്നു. പിന്നീട് വലിയ ലാംഗ്വേജസ് ഒക്കെ വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റാണ് പറയാൻ പോകുന്നത്. അതിനകത്ത് സിലബസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരുപാട് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓരോ ടൈപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ചിലപ്പോൾ ഇന്ന ടൈപ്പുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻ സെറ്റിന് വിത്ത് എക്സാമ്പിൾസ് എഴുതാനാവും പറയുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ തന്നിട്ട് അതിനകത്ത് നിന്നുള്ള തെറ്റ് കണ്ടുപിടിക്കാനായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് പറയാനായിരിക്കും. അല്ലെങ്കിൽ റിസൾട്ടിങ് അഡ്രസ്സിനെ കുറിച്ച് മെൻഷനിങ് ആയിരിക്കും. അല്ലെങ്കിൽ ഇത് എന്താണ് പോസിബിലിറ്റി എന്താണെന്നുള്ളതായിരിക്കും. അങ്ങനെ പല രീതിയിലും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു തറോ നോളജാണ്. ഇതിനകത്തുള്ള ഓരോ ഇൻസ്ട്രക്ഷൻ എന്താണ്, ഇതിനകത്ത് എന്തൊക്കെ പറ്റും, എന്തൊക്കെ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. അതായത് സിമിലർ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ബാക്കി കുറേ എണ്ണം ഒരുമിച്ച് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് എന്താ വ്യത്യാസം എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു മോഡ്യൂളിൽ നിന്ന്. ഇത് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ലാസ്റ്റ് വരുന്ന അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഇതിനകത്ത് എല്ലാ ഇൻസ്ട്രക്ഷൻസും നമുക്ക് ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യം വരില്ല ശരിക്കും. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിപ്പോൾ ഇൻസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ എല്ലാം പഠിച്ചു പോവുക. പ്രോഗ്രാമിംഗ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഇൻസ്ട്രക്ഷൻസാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. ചില ഇൻസ്ട്രക്ഷൻസ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുകയില്ല. വളരെ റയറായിട്ട് നമ്മുടെ നോർമൽ സിമ്പിൾ പ്രോഗ്രാംസിനൊക്കെ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കത് പ്രോഗ്രാമിംഗ് കൂടെ കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ ഫൈനൽ എക്സാമിനാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം ഏതൊക്കെയാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാറ്റഗറി ഡാറ്റ കോപ്പി ഓർ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ. അതായത് നമ്മുടെ കയ്യിലുള്ള ഡാറ്റ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ പറയുക. ഒന്ന് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഒരു ഡാറ്റ ആയിട്ട് തന്നെയാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. പിന്നൊന്ന് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ടായിട്ട് വരുന്ന ഡാറ്റകൾ, അല്ലെങ്കിൽ നമ്മൾ ഔട്ട്പുട്ടായിട്ട്, അല്ലെങ്കിൽ ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡാറ്റ. അപ്പോൾ ആ ഡാറ്റേനെ ചില സമയത്ത് ഒരു സോഴ്സിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് കോപ്പി ചെയ്യാൻ, അതായത് ഒരു ഓപ്പറൻ്റ് ഉണ്ടായിരിക്കും, അതൊരു സോഴ്സിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ സോഴ്സ് ഓപ്പറൻ്റ് എന്ന് പറയും. അതിന് നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ ഓപ്പറൻ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലപ്പോൾ ഡാറ്റനെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് കോപ്പി ചെയ്യാം. അതായത് ഒരിടത്തുള്ളത് അവിടെ ഇരിക്കുന്ന അതേ സാധനത്തിന് തന്നെ കോപ്പി ചെയ്ത് ഇപ്പുറത്തോട്ട് മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാനും പറ്റും. അങ്ങനത്തെ കുറേ ഓപ്ഷൻസ്, അതായത് സ്റ്റോർ ചെയ്യാം, മൂവ് ചെയ്യാം, ലോഡ് ചെയ്യാം. ഒരു പർട്ടിക്കുലർ വേക്കൻ്റ് ആയിട്ടുള്ളൊരു സ്പേസിലേക്ക് നമുക്കൊരു പുതിയ വാല്യൂവിനെ ലോഡ് ചെയ്യാം, എക്സ്ചേഞ്ച് ചെയ്യാം. രണ്ട് ലൊക്കേഷനിലിരിക്കുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ രണ്ട് സ്ഥലങ്ങളിൽ, ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മെമ്മറി തന്നെ നിങ്ങൾ കാണരുത്, രണ്ട് സ്ഥലങ്ങളിലിരിക്കുന്ന ഡാറ്റകളെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. പിന്നെ
ഒരു IO ഡിവൈസിനകത്താണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് ഇങ്ങോട്ട് ഇൻപുട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് അങ്ങോട്ട് ഔട്ട്പുട്ട് ചെയ്യാം. ഇതൊക്കെയും ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഓപ്പറേഷൻസ് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പിന്നെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്, ഇതാണ് നമ്മുടെ ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ സാധനങ്ങൾ. അപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പോലുള്ള ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും. ലോജിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട്, അതായത് ആൻഡ്, ഓർ, നോട്ട് എന്നൊക്കെ പറയുന്ന പോലത്തെ ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും. ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും, അതായത് +1 -1 ആണ്, അതായത് ഓൾറെഡി ഉള്ള വാല്യൂൻ്റെ കൂടെ +1 അല്ലെങ്കിൽ -1. പിന്നെ കമ്പയർ ചെയ്യാൻ, അതൊരു ലോജിക്കൽ ഓപ്പറേഷനാണ്. ആക്ച്വലി ലോജിക്കലാണ് ഓപ്പറേഷൻ എന്നുണ്ടെങ്കിൽ നമ്മൾ അരിത്തമെറ്റിക്കലായിട്ടാണ് ഈ ഓപ്പറേഷൻ ചെയ്യുക. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യുക, അതിൽ ഏതാ വലുത് ഏതാ ചെറുത്, അതോ രണ്ട് ഈക്വൽ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ സ്കാനിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇൻപുട്ടിങ് ഓപ്പറേഷൻ തന്നെയാണ്. അത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ അരിത്തമെറ്റിക് ഓപ്പറേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേഷൻ്റെയും റിസൾട്ട് നമ്മുടെ ഫ്ലാഗിനെ, അതായത് നമ്മുടെ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറയുന്ന 16 ബിറ്റുള്ള ഒരു ഫ്ലാഗ് ഉണ്ട് അല്ലേ. ആ 16 ബിറ്റ് ഫ്ലാഗിൽ ഓരോ ഏറ്റവും ലോവർ ബിറ്റിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കുറേ ഫ്ലാഗുകളുണ്ട് അല്ലേ, കണ്ടീഷണൽ ഫ്ലാഗുകളുണ്ട്. അപ്പോൾ ആ കണ്ടീഷണൽ ഫ്ലാഗുകളെ സ്റ്റാറ്റസ് ഫ്ലാഗുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ സമയത്തും അത് അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതായത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ അരിത്തമെറ്റിക് ഓപ്പറേഷൻ കഴിയുമ്പോഴും അതിനനുസരിച്ചിട്ട് ഈ ഫ്ലാഗുകളുടെ വാല്യൂവിൽ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ ഓപ്പറൻസ് എന്ന് പറയുന്ന സാധനം ഒന്നുകിൽ രജിസ്റ്ററിനകത്തായിരിക്കാം, അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനിൽ മെമ്മറിയിൽ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്തിരിക്കാം. എവിടെയെങ്കിലും അല്ല കേട്ടോ. ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഏത് ഡാറ്റാ സെഗ്മെൻ്റ് ആണോ ഇപ്പോൾ നമ്മൾ കോൾ ചെയ്തിട്ടുള്ളത്, ആ ഡാറ്റാ സെഗ്മെൻറ്റിലെ 64 KB മെമ്മറിയിലുള്ള ഡാറ്റ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ഇനി അതല്ല വേറെ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിലുള്ള ഡാറ്റ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റാ സെഗ്മെൻറ്റിന് മാറ്റിയെടുക്കണം. അപ്പോൾ അറ്റ് എ ടൈം ഒരു ഡാറ്റാ സെഗ്മെൻറ്റേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ആ ഡാറ്റാ സെഗ്മെൻറ്റിലുള്ള ഏതെങ്കിലും ഒരു മെമ്മറി ലൊക്കേഷനിലുള്ള ഒരു ഡാറ്റ ആവാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ രജിസ്റ്റേഴ്സ്, കുറേ രജിസ്റ്റേഴ്സ് നമുക്കറിയാമല്ലോ, AX, BX, CX, DX, അതിന് പുറമെ SI, DI, പിന്നെ BI, DI ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവിടെയൊക്കെയുള്ള രജിസ്റ്റേഴ്സിനകത്തുള്ള ഡാറ്റ ആവാം, അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനിലുള്ള ഡാറ്റയാവും. ഇതൊന്നും അല്ലാണ്ട് പ്രോഗ്രാമർക്ക് ഡയറക്റ്റ് ആയിട്ടൊരു വാല്യൂ കൊടുക്കാം. ഇപ്പോൾ 10 നമ്പർ നമുക്ക് എടുക്കണം, അല്ലെങ്കിൽ നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 10 ഞാൻ വെറുതെ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ആ 10 എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ കൊടുക്കുന്ന വാല്യൂ ആണ്. സോ അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഡാറ്റ കൊടുക്കാം. അപ്പോൾ അഡ്രസ്സിംഗ് മോഡിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഈ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ വരാം. അടുത്തത് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് പ്രോഗ്രാം സാധാരണ സീക്വൻഷ്യലി ആണ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ലൈനിൽ എന്താണോ കിടക്കുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ചില സമയത്ത് ചില പർട്ടിക്കുലർ സിറ്റുവേഷനിൽ പ്രോഗ്രാമിൻ്റെ ഒരു ലൈനിൽ നിന്ന് പ്രോഗ്രാമിൻ്റെ തന്നെ വേറെ ഏതെങ്കിലും തൊട്ടടുത്തുള്ളതല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ലൈനിലേക്കോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലേക്കോ, വേറെ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിലേക്കോ ഒക്കെ പോകേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇറ്റ് ഈസ് ട്രാൻസ്ഫറിങ് ദ കൺട്രോൾ ഓഫ് എക്സിക്യൂഷൻ. അങ്ങനെ വരുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കോൾ ഇൻസ്ട്രക്ഷൻ, അതായത് സബ് റൂട്ടീനെ കോൾ ചെയ്യുക, അതായത് ഒരു ചെറിയ വേറൊരു പ്രോഗ്രാമിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൾ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യും. ജമ്പ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് സ്പെസിഫിക്കലി ഇന്ന സ്ഥലത്തോട്ട്, ഇന്ന ലൊക്കേഷനിലോട്ട്, അതായത് ഇന്ന ഇൻസ്ട്രക്ഷനിലോട്ട് പോകണം എന്നുള്ളത് നമുക്ക് ജമ്പ് വെച്ച് പറയാൻ പറ്റും. അത് ഷോർട്ട് ജംപ്സും ലോങ് ജംപ്സും ഉണ്ട്, അത് നിങ്ങൾക്ക് പിന്നീട് പറയാം. പിന്നെ ഇൻറ്ററപ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിങ് ആണ്. അതായത് പെട്ടെന്നൊരു ഇൻറ്ററപ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളെയും നമ്മൾ സ്റ്റാക്കിലോട്ട് സെക്യൂർഡായിട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഇൻറ്ററപ്റ്റിനനുസരിച്ച് ഓരോ ഇൻറ്ററപ്റ്റിനും അനുസരിച്ച് ഓരോ ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടാവും. ഒരു ഇൻറ്ററപ്റ്റ് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇൻറ്ററപ്റ്റ് വരുമ്പോഴും ആ ഇൻറ്ററപ്റ്റിനനുസരിച്ചുള്ള ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ്റെ അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സ് IP-ലോട്ട് വന്ന് കിടക്കും. സോ IP ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ അവിടെ പോയി പോയിൻ്റ് ചെയ്ത് നിൽക്കും, അവിടെ നിന്നുള്ള പ്രോഗ്രാം റൺ ചെയ്യും. അത് കഴിഞ്ഞ് ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പഴയ പ്രോഗ്രാമിനകത്തേക്ക് തന്നെ തിരിച്ചു വരണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇൻറ്ററപ്റ്റിൽ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ റിട്ടേൺ എന്ന് പറയുന്നത് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷനാണ്. അതായത് എവിടെ നിന്നാണോ നമ്മൾ പോയത് അവിടോട്ട് തിരിച്ചു വരാൻ. അതിപ്പോൾ ഇൻറ്ററപ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കോൾ ഓപ്പറേഷൻസ് ആണെങ്കിലും ഒക്കെ ഇത് തന്നെയാണ് നടക്കുന്നത്.
ഇനി ലൂപ്പ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ചില ഓപ്പറേഷൻസ് ഒരേ കാര്യം കുറേ പ്രാവശ്യം ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ റിപ്പീറ്റഡ് അഡീഷൻസ് വരാം, റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻസ് വരാം, റിപ്പീറ്റഡ് ട്രാൻസ്ഫറിങ് വരാം. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കോപ്പി ചെയ്യണം, ഒരു ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെ ലിസ്റ്റ് ഓഫ് ഡാറ്റ നമുക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്യുക, ഒന്ന് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള എത്രണ്ണാണോ അത്രണ്ണം കോപ്പി ചെയ്യാനുള്ളത്. അപ്പോൾ അത് റിപ്പീറ്റഡ്ലി ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിന് ലൂപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ് യൂസ് ചെയ്യുക. അത് കണ്ടീഷണൽ ലൂപ്സ് അൺകണ്ടീഷണൽ ലൂപ്സും ഉണ്ട്. അതായത് ചിലപ്പോൾ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടായിരിക്കും ലൂപ്പ് ചെയ്യേണ്ടി വരിക. ഇന്ന കണ്ടീഷൻ ആണെങ്കിൽ മാത്രം ലൂപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ചിലപ്പോൾ കണ്ടീഷൻ ഒന്നും ഉണ്ടാവില്ല, നേരെ അങ്ങ് ലൂപ്പ് ചെയ്യുക എന്നുള്ള ആ ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ അത് ഈ 2 ടൈപ്പ് ലൂപ്പുകളുണ്ട്. അതിനെപ്പറ്റി നമുക്ക് പറയാം. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് എക്സാമ്പിൾസാണ് ഇവിടെ. ലൂപ്പ് എന്ന് പറയുന്നത് അൺകണ്ടീഷണലാണ്. പിന്നെ ലൂപ്പ് NZ എന്ന് പറഞ്ഞാൽ ലൂപ്പ് ഇഫ് നോട്ട് സീറോ, അതായത് ആ ലൂപ്പ് ചെയ്യുന്ന ഒരു എലമെൻറ്റ് ഉണ്ടായിരിക്കും. ആ എലമെൻറ്റ് നോൺ സീറോ ആണെങ്കിൽ മാത്രം ലൂപ്പ് ചെയ്യുക. അതായത് അത് ആ എലമെൻറ്റിൻ്റെ വാല്യൂ 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതേപോലെ തന്നെ ലൂപ്പ് ഇഫ് സീറോ, അതായത് ഒരു പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ മാത്രം ലൂപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ലൂപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ലൂപ്പ് ചെയ്യാൻ പറ്റും. ഇനി മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിനകത്ത് ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് മൈക്രോ പ്രൊസസ്സറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ തൽക്കാലത്തേക്ക് കുറച്ച് നേരം ഹോൾഡ് ചെയ്യാണ് വേണ്ടത്, അല്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാണ് വേണ്ടത്, കുറച്ച് നേരം നമ്മൾ പർട്ടിക്കുലർലി ഇത്ര സെക്കൻഡ്സ് നേരം വേറൊരു ഓപ്പറേഷൻ ചെയ്യേണ്ട നമ്മൾ ടൈം കൊടുക്കണം, ഒരു ഡിലേ കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ നമ്മൾ ലോക്ക് ചെയ്ത് നിൽക്കണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മൈക്രോ പ്രൊസസ്സറിനോട് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതാണ് മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫ്ലാഗ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതായത് ഫ്ലാഗുകൾ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നടക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് നമ്മുടെ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡിനകത്ത് ഓരോ ഫ്ലാഗ് ബിറ്റിനകത്തും ചേഞ്ചസ് വരാം. ആ ചേഞ്ചസിനെ നമുക്ക് 2 രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്ന് ഈ പ്രോഗ്രാം വെച്ച് പ്രോഗ്രാമിൻ്റെ റിസൾട്ടിനനുസരിച്ചിട്ട് ഫ്ലാഗ് മാറും. അതല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ആ ഒരു പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറഞ്ഞ എൻറ്റയർ ബിറ്റുകളെയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് മുഴുവൻ നമുക്ക് മാറ്റാൻ പറ്റും. ഇൻഡിവിജ്വലി അതിനകത്ത് ഓരോ ഫ്ലാഗിനെ എടുത്ത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാനോ റിസെറ്റ് ചെയ്യാനോ പറ്റും. അതായത് അവിടെ 0 ആക്കാൻ, ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 0 ആവും, സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 1 ആവും. അപ്പോൾ ഇവിടെ ഇപ്പം കൊടുത്തിട്ട് CLC എന്ന് പറഞ്ഞാൽ ക്ലിയർ ക്യാരിയാണ്, STC എന്ന് പറഞ്ഞാൽ സെറ്റ് ക്യാരിയാണ്. അതായത് ക്യാരി ഫ്ലാഗിനെ ക്ലിയർ ചെയ്യാനും ക്യാരി ഫ്ലാഗിനെ സെറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെ ക്ലിയർ ഡയറക്ഷൻ ഫ്ലാഗ്, സെറ്റ് ഡയറക്ഷൻ ഫ്ലാഗ്, ക്ലിയർ ഇൻറ്ററപ്റ്റ്, സെറ്റ് ഇൻറ്ററപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ഫ്ലാഗിനനുസരിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്ലാഗിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഓൾറെഡി ഒരു വാല്യൂ ഇവിടെ ഉണ്ടെങ്കിലും നമുക്കതിനെ മാറ്റാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അതും ചില സമയത്ത് ആവശ്യം വരും പ്രോഗ്രാം ചെയ്യുമ്പോൾ. പിന്നെ ഷിഫ്റ്റ് ആൻഡ് റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻ. ചില സമയത്ത് നമുക്ക് ഒരു പർട്ടിക്കുലർ ബിറ്റിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷിഫ്റ്റ് ഓപ്പറേഷനും റൊട്ടേഷൻ ഓപ്പറേഷനൊക്കെ ചെയ്യാറുണ്ട്. ഇനി അതൊന്നും അല്ലാണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്ലിക്കേഷൻ്റെയും ഡിവിഷൻ്റെയും ഒരു എളുപ്പവഴിയാണ് ഈ ഒരു ഷിഫ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു നമ്പറിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ബൈനറി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബൈനറി വാല്യൂസ് നോക്കിയാൽ മതി. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ 0 ഇട്ട് കൊടുക്കുന്നതിന് തുല്യം. അപ്പോൾ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക, വിത്ത് അപ്പൻഡിങ് സീറോസ് ടു ദ റൈറ്റ് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മൾട്ടിപ്ലിക്കേഷൻ ആവും. അതേ സമയത്ത് റൊട്ടേറ്റിംഗ് റൈറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ യു വിൽ ഗെറ്റ് ദ കോഷ്യന്റ് ഫോർ എ ഡിവിഷൻ ബൈ 2. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സമയത്ത് നമുക്ക് ഷിഫ്റ്റ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ചില സമയത്ത് ചില പർട്ടിക്കുലർ ഓപ്പറേഷൻസിന് തന്നെ, അതായത് ഇപ്പോൾ ആസ്കി അല്ലെങ്കിൽ നമ്മുടെ പല പല കോഡിംഗ് മെത്തേഡ്സൊക്കെ വരുന്ന സമയത്ത് ആസ്കിക്കും പിന്നെ നമ്മുടെ ഈ സാധാരണ ബൈനറി ടു ഡെസിമൽ കൺവേർഷനൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഷിഫ്റ്റിങ്ങും റൊട്ടേഷനും ഒക്കെ ഓപ്പറേഷൻ ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ വിത്ത് എ കൗണ്ടും വിത്തൗട്ട് എ കൗണ്ടും ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് ഒരു ഷിഫ്റ്റ് റൊട്ടേഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒറ്റ പൊസിഷൻ മാത്രമേ ഉള്ളൂ. അതല്ല, അതിൽ കൂടുതൽ നമ്പർ വെച്ചിട്ട് നമുക്ക് ഷിഫ്റ്റ് റൊട്ടേറ്റിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ CX എന്ന് പറയുന്ന നമ്മുടെ രജിസ്റ്ററിൻ്റെ അകത്ത് നമ്മൾ കൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൗണ്ടിൻ്റെ വാല്യൂ എത്രയാണോ അത്രയും പ്രാവശ്യം അത് ഷിഫ്റ്റ് ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനും വെച്ചിട്ടുള്ള
മെത്തേഡൊക്കെ ഉണ്ട്. അപ്പോൾ ബിറ്റ് വൈസും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഈ CX വെച്ചിട്ടുള്ള കൗണ്ട് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അത് 2 ഡയറക്ഷനിലേക്കും ലെഫ്റ്റും റൈറ്റും ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഈ ഷിഫ്റ്റിങ്ങും റൊട്ടേറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഷിഫ്റ്റിങ്ങിനകത്താണെങ്കിൽ റൈറ്റ് സൈഡിൽ ബിറ്റുകൾ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ബിറ്റുകൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ റൈറ്റിൽ നിന്ന് ബിറ്റുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും, ലെഫ്റ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ റൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് ബിറ്റുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. റൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഏത് ഡയറക്ഷനിലോട്ടാണോ ഷിഫ്റ്റ് ചെയ്യുന്നത്, ആ ഷിഫ്റ്റ് ചെയ്തിട്ട് ഏത് ബിറ്റാണോ പുറത്തേക്ക് പോകുന്നത് അതായിരിക്കും തിരിച്ചിപ്പുറത്ത് വന്ന് റൊട്ടേഷൻ വന്നിട്ട് കയറിയിരിക്കുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി സ്ട്രിങ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമുക്ക് ചില സമയത്ത് ഒരു കംപ്ലീറ്റ് സ്ട്രിങ് ആയിട്ടായിരിക്കും നമ്മൾ ഡാറ്റ എടുക്കേണ്ടി വരിക. അതായത് സ്ട്രിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ലെറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വേർഡ്സ്, അതായത് നമ്മുടെ ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ ഒരു സ്ട്രിങ് ഓഫ് ഡാറ്റ ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്ട്രിങ് ഓഫ് ഡാറ്റേനെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് കുറേ സ്ട്രിങ് ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് സ്ട്രിങ് ഇൻസ്ട്രക്ഷൻസൊക്കെ കുറച്ചും കൂടെ വലിയ ഇൻസ്ട്രക്ഷൻസാണ്. നമ്മൾ എക്സ്ട്രാ സെഗ്മെൻ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പറയാനുണ്ട്. നമ്മൾ ഇൻഡെക്സിൽ കാണിച്ചതുപോലെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പറയാം.